Hi friends, എല്ലാവർക്കും fmcastle സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്നവർക്കും കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നവർക്കും കുക്കിംഗ് അലൗഡ് അല്ലാത്ത പ്രവാസികളായിട്ടുള്ള ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്കും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോർട്ടബിൾ ജ്യൂസ് ബ്ലെൻഡറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജ്യൂസ് ബ്ലെൻഡർ. ഇത് 4 കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മൾ ഈ ബ്ലെൻഡർ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു നല്ലൊരു ബ്ലെൻഡർ തന്നെയാണിത്. അതുപോലെ ഇതിൻ്റെ ക്യാപ്പിൽ ക്യാരി ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ വീണ്ടും ഒരു അടപ്പ് വന്നിട്ടുണ്ട്. ജ്യൂസൊക്കെ അരിക്കാനുള്ള ഒരു അരിപ്പയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അടപ്പിനകത്ത് ഒരു സിലിക്കോണിൻ്റെ ഒരു റിംഗ് സീൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മുടെ ചാർജ് ചെയ്യാനുള്ള ഒരു USB കേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലാസ് ഇങ്ങനെ ഇവിടുന്നും താഴേന്ന് വഴിക്കാവുന്നതാണ്. ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. 3 ബ്ലേഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ താഴെ തന്നെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജ് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് തന്നെ ഇത് ചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പവർ ബട്ടണിൽ 2 പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്യണം. അതുപോലെ ഓഫ് ചെയ്യാനായിട്ട് ഒരു വട്ടം പ്രസ് ചെയ്താൽ മതി. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 380 ml ആണ്. ഇതിൻ്റെ മോട്ടറിൻ്റെ മോഡൽ DC 3.6 വോൾട്ട് ആണ്. അതുപോലെ ഇതിൻ്റെ മോട്ടറിൻ്റെ RPM നോക്കുകയാണെങ്കിൽ ലോഡില്ലാതെ 22,000 RPM വിത്ത് ലോഡോടുകൂടി 10,000 RPM ആണ്. അതുപോലെ ഇതിൻ്റെ വർക്കിംഗ് കറണ്ട് 10 to 12 ആംപിയർ ആണ്. ഇത് ബാറ്ററി വരുന്നത് 3.7 വോൾട്ടിൻ്റെ ഒരു 2000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. അതുപോലെ ഇത് ഫുൾ ടൈം ചാർജ് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അതായത് നമുക്കിത് 3 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മുതൽ 12 തവണ വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇതിൻ്റെ സിംഗിൾ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 90 സെക്കൻഡാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അവോക്കാഡോയാണ്. ഇവിടെ ഞാൻ അവോക്കാഡോ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മുന്തിരിങ്ങ, ഓറഞ്ച്, സ്ട്രോബെറി ഒക്കെ നമുക്ക് ജ്യൂസ് അടിക്കാവുന്നതാണ്. ആപ്പിളും പൈനാപ്പിളും ക്യാരറ്റൊക്കെ ജ്യൂസ് അടിക്കുന്നവർ തീരെ ചെറിയ പീസാക്കിയിട്ട് ജ്യൂസ് അടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കട്ടിയുള്ളതുകൊണ്ട് ഈ ചെറിയ ബ്ലെൻഡറിനകത്ത് അടിക്കുമ്പോൾ അത്ര നല്ലതായിട്ട് അരയത്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് ആദ്യമേ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ അവോക്കാഡോ ഇച്ചിരി പേസ്റ്റ് രൂപത്തിലായതുകൊണ്ട് നമുക്ക് അരിപ്പയ്ക്കകത്തോടെ ഒഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ്. നല്ല ഒരു അടിപൊളി ജ്യൂസായിട്ടുണ്ട്. നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.